ഗുഡ് മോർണിംഗ്. ടുഡേ ഈസ് ദ ഫോർത്ത് ഡേ ഇൻ ഋഷ. ഇന്ന് നമ്മൾ പോകുന്നത് ഹോസ്പിറ്റൽ വിസിറ്റും കാര്യങ്ങളും ഉണ്ട്. കാരണം ഇവിടുത്തെ ഹോസ്പിറ്റൽ CMC വെല്ലൂർ ഇവിടെയല്ല, കുറച്ച് ദൂരെയാണുള്ളത്. അപ്പോൾ അങ്ങോട്ട് നമ്മൾ പോവാണ്. അതിന് മുന്നേ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചത് ആ ബസ്സിൽ നമ്മൾ അങ്ങോട്ട് പോവാണ് കേട്ടോ. ഏകദേശം ഒരു മണിക്കൂറിന് ശേഷം നമ്മൾ CMC വെല്ലൂർ ഹോസ്പിറ്റലിൽ എത്തിയിട്ടോ. 125 വർഷം പഴക്കമുള്ളൊരു ഹോസ്പിറ്റലാണ് കേട്ടോ ഇത്. ബ്രിട്ടീഷുകാരുടെ കാലത്ത് തന്നെ നിർമ്മിതമായിട്ടുള്ളൊരു ഹോസ്പിറ്റലാണെന്ന് പറയപ്പെടുന്നു. ഐഡൻ സ്കർഡർ എന്ന് പറയുള്ളൊരു ബ്രിട്ടീഷ് വനിത, ഡോക്ടറായിട്ടുള്ളൊരു വനിതയാണ് ഇതിൻ്റെ ഫൗണ്ടർ എന്ന് കണക്കാക്കപ്പെടുന്നത്. പുള്ളിക്കാരിയുടെ കുറേ ഹിസ്റ്ററി കാര്യങ്ങളൊക്കെ അവിടെ കാണാം കേട്ടോ. അങ്ങനെ നമ്മളിത് ചെന്നപാടെ ഒരു ചായ അല്ലായിരുന്നു, കോഫി ആയിരുന്നു കേട്ടോ. കോഫിയും അതുപോലെ പരിപ്പ് വടയും കഴിച്ചിട്ടാണ് നമ്മൾ ഹോസ്പിറ്റലിനുള്ളിലോട്ട് കയറുന്നത്. ക്രിസ്മസ് സീസൺ ആയതുകൊണ്ട് തന്നെ അവിടെ മൊത്തം അലങ്കരിച്ചതാണ് കേട്ടോ. ഹോസ്പിറ്റലിൻ്റെ ഉള്ളിൽ മൊത്തം നല്ല ഭംഗിയിൽ അലങ്കരിച്ചിട്ടുണ്ടായിരുന്നു. അത് കഴിഞ്ഞിട്ട് നമ്മൾ CMC പുതിയ ഹോസ്പിറ്റലിലോട്ടാണ് ട്ടോ പോകുന്നത്. ഇത് റാണിപ്പേട്ടുള്ളൊരു ഹോസ്പിറ്റലാണ്. സത്യം പറഞ്ഞാൽ അതിൻ്റെ ഉള്ളിലോട്ട് കിടന്നപ്പോൾ ഞാൻ എയർപോർട്ടിലോട്ടൊക്കെ കിടക്കുന്ന ഒരു ഫീലായിരുന്നു കേട്ടോ. കാരണം അതേപോലെയാണ് കേട്ടോ അവിടെ ഏകദേശം ഒരു ഇൻ്റർനാഷണൽ ലെവൽ ഹോസ്പിറ്റൽ തന്നെയാണ്. സത്യം പറഞ്ഞാൽ ഈ വർഷത്തെ ഏറ്റവും വലിയ ക്രിസ്മസ് ട്രീ ഒരു പക്ഷേ കണ്ടത് ഞാൻ അവിടെ ആയിരിക്കും കേട്ടോ. അത്രയും വലിയ ക്രിസ്മസ് ട്രീ ആയിരുന്നു. പുൽക്കൂടും അതുപോലെ തന്നെ നല്ല വലുതും നല്ല ഭംഗിയുള്ളതായിരുന്നു കേട്ടോ. അങ്ങനെ അവിടുത്തെ വിസിറ്റും കഴിഞ്ഞ് ഞങ്ങൾ തിരിച്ചിറങ്ങി. ഞങ്ങൾക്കിന്ന് നമ്മൾ അന്ന് പോയില്ലേ വടകൻ തങ്കി എന്ന കമ്മ്യൂണിറ്റി, അവിടെ ഒരു കൾച്ചറൽ പ്രോഗ്രാമും കുറച്ച് ഹെൽത്ത് അവയർനെസ് ക്ലാസ്സൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞങ്ങളത് ഈവനിങ് ആയപ്പോൾ അവിടെ എത്തി. അവിടെ എല്ലാവരെയും വിളിച്ചു കൂട്ടി നമ്മൾ കുറച്ച് കൾച്ചറൽ പ്രോഗ്രാമൊക്കെ നടത്തി. കുറച്ച് ഹെൽത്ത് അവയർനെസ് ക്ലാസ്സുകളും ഒരു ഡ്രാമ പോലെയൊക്കെ നമ്മൾ ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അവിടുത്തെ കമ്മ്യൂണിറ്റിക്ക് ഒരു അവയർനെസ് ആക്കാൻ വേണ്ടിയിട്ട്.